പ്രൊഡക്ഷൻ പ്ലാനിങ്ങിൻ്റെ തുടർന്നുള്ള ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രൊഡക്ഷൻ ഓർഡർ അനുസരിച്ച് മുൻഗണനാക്രമത്തിൽ പ്രൊഡക്ഷൻ നടപ്പിലാക്കുക, കാര്യക്ഷമമായ ചെലവിൽ ഉൽപാദന പ്രക്രിയ ഉറപ്പാക്കുക, പ്രോഡക്ട്സ് സമയബന്ധിതമായി വിതരണം ചെയ്യുന്നത് ഉറപ്പാക്കുക, ഉൽപാദന സമയം കുറയ്ക്കുക, കൺസ്യൂമേഴ്സിന്റെ സംതൃപ്തി മെച്ചപ്പെടുത്തുക, കാര്യങ്ങൾ ശരിയായ രീതിയിലാണ് എന്ന് ഉറപ്പുവരുത്താൻ എല്ലാ മേഖലകളെയും ഏകോപിപ്പിക്കുക, ശരിയായ പ്രവർത്തനങ്ങൾക്ക് ശരിയായ ആളുകളെ തന്നെയാണ് നിയോഗിച്ചിട്ടുള്ളത് എന്ന് ഉറപ്പാക്കുക എന്നുള്ളതാണ് പ്രൊഡക്ഷൻ പ്ലാനിങ്ങിന്റെ പ്രൈമറി ഒബ്ജക്റ്റീവ്സ്. ഫിഷസ്, ഷ്രിംപ്, ക്രാബ്, സ്ക്യൂഡ്, കട്ടിൽ ഫിഷ്, ഒക്ടോപസ് തുടങ്ങിയ മത്സ്യസമുദ്ര വിഭവങ്ങളുടെ വിവിധ പ്രോഡക്റ്റ് സ്റ്റൈലിനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. പ്രീ പ്രോസസ്സിംഗ് ഘട്ടത്തിൽ തയ്യാറാക്കുന്ന ഇത്തരം പ്രോഡക്റ്റ് സ്റ്റൈൽസ് ഉപഭോക്താവിന്റെ താൽപ്പര്യമനുസരിച്ച് ബ്ലോക്ക് ആയോ ഇൻഡിവിജ്വൽ ആയോ ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കുന്നു. ഇതിനായി ഹൊറിസോണ്ടൽ പ്ലേറ്റ് ഫ്രീസർ, ടണൽ ഫ്രീസർ ഓർ എയർ ബ്ലാസ്റ്റ് ഫ്രീസേഴ്സ്, ഇൻഡിവിജ്വൽ ക്വിക്ക് ഫ്രീസർ എന്നിങ്ങനെ വിവിധ തരം ഫ്രീസേഴ്സ് സീ ഫുഡ് പ്രോസസ്സിംഗ് പ്ലാന്റിൽ ഉപയോഗിക്കുന്നു. ഇവയുടെ പ്രത്യേകതകളും പ്രവർത്തന രീതിയുമൊക്കെ പിന്നീടുള്ള യൂണിറ്റുകളിൽ വിശദമായി പഠിക്കാവുന്നതാണ്. പ്രൊഡക്ഷൻ പ്ലാനിങ്ങിൽ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഓർഡറുകളുടെ പ്രയോറിറ്റി നിർണയിക്കുക എന്നതാണ്. കൺസ്യൂമർ ഓർഡർ അനുസരിച്ചും റോ മെറ്റീരിയലിന്റെ പൊസിഷൻ അനുസരിച്ചും പ്രൊഡക്ഷൻ പ്ലാനിംഗ് നടത്തുമ്പോൾ മുൻഗണന നൽകേണ്ടുന്ന ഓർഡേഴ്സ് ഉണ്ടാകും. ചിലത് അടിയന്തര പ്രാധാന്യമുള്ളതും ചിലത് അത്യാവശ്യമില്ലാത്തവയും ആകാം. അതിനാൽ ഓർഡറുകൾക്ക് പ്രയോറിറ്റി അഥവാ മുൻഗണനാക്രമം പ്ലാൻ ചെയ്യണം. പ്രൊഡക്ഷൻ നടത്തേണ്ട ഓർഡറുകളുടെ പ്രയോറിറ്റി നിശ്ചയിക്കുമ്പോൾ പരിഗണിക്കേണ്ട ചില വസ്തുതകളുണ്ട്. നിലവിലുള്ള അസംസ്കൃത വസ്തുക്കളുടെ സ്റ്റോക്കിൽ വളരെ അധികമുള്ള റോ മെറ്റീരിയലിനാണ് മുൻഗണന നൽകേണ്ടത്. സീ ഫുഡ് പ്രോസസ്സിംഗ് പ്ലാന്റിൽ സുഗമമായ ഉൽപാദനം ഉറപ്പാക്കാൻ അസംസ്കൃത വസ്തുക്കളുടെ ഗ്രൂപ്പിംഗ് അത്യാവശ്യമാണ്. ഉദാഹരണത്തിന് വിവിധ ചെമ്മീനിനങ്ങൾ, മത്സ്യങ്ങൾ, കണവ, കട്ടിൽ ഫിഷ് എന്നിവ പോലുള്ള അസംസ്കൃത വസ്തുക്കൾ ഉണ്ടെങ്കിൽ ആദ്യം അവയെ ഗ്രൂപ്പ് ചെയ്യുന്നു. ഒരു പ്രത്യേക തരം സീ ഫുഡ്സ് ഒരേ സമയത്ത് പ്രോസസ് ചെയ്യുന്നു. അവയുടെ ഓർഡർ ചെമ്മീൻ, കണവ, കട്ടിൽ ഫിഷ്, തുടർന്ന് ഫിഷസ് എന്ന രീതിയിലാണ് റോ മെറ്റീരിയൽ ഗ്രൂപ്പ് ചെയ്യുന്നത്. അതുപോലെ പ്രൊഡക്ഷൻ പ്രയോറിറ്റി നിർണ്ണയിക്കുന്ന മറ്റൊരു ഘടകമാണ് ലെസ് ക്ലീനിങ്. കുറച്ച് വൃത്തിയാക്കൽ മാത്രം ആവശ്യമുള്ള സീ ഫുഡ്സിന്റെ പ്രോസസ്സിംഗ് ആദ്യം ആരംഭിക്കും. ഇത് ക്ലീനിങ് ടൈം ലാഭിക്കാൻ സഹായിക്കും. ഏതെങ്കിലും ഉൽപ്പന്നത്തിന് അടിയന്തര സാഹചര്യം ഉണ്ട് എങ്കിൽ ഉൽപാദനക്രമത്തെ അടിസ്ഥാനമാക്കി അതിന് മുൻഗണന നൽകുന്നു. ചുരുക്കത്തിൽ റോ മെറ്റീരിയൽസിന്റെ ഗ്രൂപ്പിംഗും വിവിധ സീ ഫുഡ്സ് ഐറ്റംസിന്റെ പ്രോസസ്സിങ്ങിന് പ്രയോറിറ്റി നൽകുന്നതിൻ്റെയും ആത്യന്തിക ലക്ഷ്യം CIP ക്ലീൻ ഇൻ പ്ലേസ് ഒഴിവാക്കുക എന്നതാണ്. ഓരോ വ്യത്യസ്ത സീ ഫുഡ് ഐറ്റത്തിൻ്റെയും ഇടയിലുള്ള ക്ലീനിങ്ങിൻ്റെ ഫ്രീക്വൻസി കുറയ്ക്കുന്നതിലൂടെ മാൻ പവർ, ക്ലീനിങ് വാട്ടർ, ക്ലീനിങ് മെറ്റീരിയൽസ് എന്നിവ ലാഭിക്കാൻ കഴിയും. പ്രൊഡക്ഷൻ ഓർഡർ നിശ്ചയിച്ചു കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ പ്ലാനിങ്ങിൽ പ്രൊഡക്ഷൻ പ്രോസസ്സിന് വേണ്ടിയുള്ള മെഷീനറീസ്, എക്യുപ്മെൻറ്റ്സ്, മാൻ പവർ റിക്വയർമെൻറ്റ്സ് എന്നിവ തീരുമാനിക്കുന്നതിനായി
പ്രൊഡക്ഷൻ പ്രോസസ്സിൻ്റെ ഫ്ലോ ചാർട്ട് തയ്യാറാക്കുകയും ആവശ്യകതകൾ നിർണ്ണയിക്കുകയും ചെയ്യുന്നു. ഉദാഹരണമായി 2 ടൺ ഡെയിലി കപ്പാസിറ്റി ഉള്ള ഫ്രോസൺ ഫിഷ് പ്ലാന്റിൽ സ്കിൻഡ് ഫിഷ് ഫില്ലറ്റ് എന്ന പ്രോഡക്റ്റിൻ്റെ പ്രൊഡക്ഷൻ നിശ്ചയിച്ചു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പ്ലാനിംഗ് ചെയ്യുമെന്ന് നോക്കാം. ഫിഷ് ഫില്ലറ്റ് പ്രോഡക്റ്റ് സ്റ്റൈലിൻ്റെ പ്രിപ്പറേഷനെ കുറിച്ച് വ്യക്തമായി കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. ഫ്ലോ ചാർട്ടിനനുസരിച്ച് ഫ്രോസൺ ഫിഷ് ഫില്ലറ്റിന് വേണ്ടുന്ന ഉപകരണങ്ങൾ: ഫിഷ് ബോക്സസ്, ഹോൾ ഫിഷ് വെയിങ് മെഷീൻ, ഹോൾ ഫിഷ് വാഷർ വിത്ത് ഷവേഴ്സ്, സോർട്ടിംഗ് ടേബിൾ, ഫിഷ് ക്യാരിയിങ് ട്രേസ്, ഫില്ലറ്റിംഗ് ടേബിൾ, ഫില്ലറ്റ് ക്യാരിയിങ് ട്രേസ്, ഇൻസ്പെക്ഷൻ ആൻഡ് ട്രിമ്മിംഗ് ടേബിൾ, ഫില്ലറ്റ് പാക്കേജിംഗ് ടേബിൾ, knives and knife sharpening stations, weighing table, fish block packaging table, strapping machine, conveyor belts, tray washer, box washer, freezing trays, plastic boxes, fork lift truck എന്നിവ ആവശ്യാനുസരണം അറേഞ്ച് ചെയ്യേണ്ടത് ഉണ്ട്. ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിന് ആവശ്യമായ മാൻ പവർ നിർണ്ണയിക്കുന്നതിന് ഒരു പ്രത്യേക രീതി പ്രയോഗിക്കാൻ കഴിയില്ല. പ്രോസസ്സിനായുള്ള ഒരു ഫ്ലോ ചാർട്ട് അല്ലെങ്കിൽ ഫാക്ടറിയിലെ ഉപകരണങ്ങളുടെ സ്ഥാനം കാണിക്കുന്ന ചാർട്ടോ ലഭ്യമാണ് എങ്കിൽ തൊഴിലാളികളുടെ എണ്ണം എസ്റ്റിമേറ്റ് ചെയ്യാൻ കഴിയും. ഒരു ഫിഷ് ഫ്രീസിംഗ് പ്ലാന്റിൽ ശരാശരി കണക്കാക്കുന്ന മാൻ പവർ 1 ടണ്ണിന് 10 തൊഴിലാളികളായാണ്. 1 ടൺ ഫിനിഷ്ഡ് പ്രോഡക്റ്റിന് ഉപയോഗിക്കുന്ന തൊഴിലാളികളുടെ അധ്വാനം വളരെ വ്യത്യാസപ്പെടാം. ഇത് അടിസ്ഥാനപരമായി ഒരു പ്രോസസ്സിംഗ് പ്ലാന്റിൽ ഉപയോഗിക്കുന്ന പ്രോസസ്സിംഗ് രീതി, പ്ലാന്റിന്റെ ശേഷി എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു. 2 ടൺ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നതിന് ആവശ്യമായ റെഫ്രിജറേഷൻ എക്യുപ്മെന്റ്സിന്റെ കപ്പാസിറ്റി നോക്കാം. ബ്ലാസ്റ്റ് ഫ്രീസർ 24 മണിക്കൂറിൽ 5 ടൺ ഫ്രീസ് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണം. പ്ലേറ്റ് ഫ്രീസർ 500 കിലോഗ്രാം പെർ ലോഡ്. ചിൽ റൂം 20 ടൺ റോ മെറ്റീരിയൽ സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. കോൾഡ് സ്റ്റോറേജിന് 60 ടൺ ഫിനിഷ്ഡ് പ്രോഡക്റ്റ്. ഐസ് മേക്കിംഗ് എക്യുപ്മെന്റ് 24 മണിക്കൂർ കൊണ്ട് 3 മുതൽ 4 ടൺ വരെ ഐസ് നിർമ്മിക്കുന്നതിനുള്ള കഴിവുണ്ടായിരിക്കണം. ഐസ് സ്റ്റോറേജ് 2 to 3 പ്രൊഡക്ഷൻ ഡേയ്സ് കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. പ്രൊഡക്ഷൻ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട മറ്റൊരു വസ്തുതയാണ് അസസ്മെന്റ് ഓഫ് റോ മെറ്റീരിയൽ ക്വാണ്ടിറ്റി. ഇതിനായി ഓരോ പ്രോഡക്റ്റ് സ്റ്റൈലിൻ്റെയും പെർസെൻറ്റേജ് പ്രോഡക്റ്റ് ഈൽഡിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. ഉദാഹരണമായി സ്കിൻഡ് ഫിഷ് ഫില്ലറ്റിൻ്റെ ഈൽഡ് 34 മുതൽ 36% വരെയാണ്. 2 ടൺ സ്കിൻ ഫിഷ് ഫില്ലറ്റ് പ്രോഡക്റ്റ് ലഭിക്കുന്നതിന് ഉപയോഗിക്കേണ്ട റോ മെറ്റീരിയലിൻ്റെ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കുന്ന രീതി. ക്വാണ്ടിറ്റി ഓഫ് റോ മെറ്റീരിയൽ ഈസിക്കൽ ടു ക്വാണ്ടിറ്റി ഓഫ് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് റിക്വയർഡ് ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ഈൽഡ് ഓഫ് പ്രോഡക്റ്റ് സ്റ്റൈൽ. ഇവിടെ 2 ടൺ ഡിവൈഡഡ് ബൈ 0.34, അതായത് ഫില്ലറ്റിൻ്റെ പ്രോഡക്റ്റ് ഈൽഡ് 34%. 2 ടൺ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് കിട്ടുന്നതിന് 5.9 ടൺ റോ മെറ്റീരിയൽ ആവശ്യമായി വരുന്നു എന്ന് ലഭിക്കുന്നു. ഫ്രീസ് ചെയ്ത ഉൽപ്പന്നങ്ങൾ
താമസം കൂടാതെ പാക്ക് ചെയ്ത് കോൾഡ് സ്റ്റോറേജിലേക്ക് മാറ്റി സൂക്ഷിക്കേണ്ടതുണ്ട്. അതിനാൽ ഫ്രോസൺ പ്രോഡക്ട്സ് പാക്ക് ചെയ്ത് സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന പാക്കേജിംഗ് മെറ്റീരിയലുകൾ ഏതൊക്കെയെന്നും അവയുടെ ക്വാണ്ടിറ്റി കണക്കാക്കുന്ന രീതി, അവൈലബിലിറ്റി എന്നിവയെക്കുറിച്ചെല്ലാം പ്രൊഡക്ഷൻ പ്ലാനിംഗ് നടത്തുമ്പോൾ തന്നെ ആസൂത്രണം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. മൊത്തത്തിലുള്ള ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഉപഭോക്താവിന് നല്ല കണ്ടീഷനിൽ ഒരു ഉൽപ്പന്നത്തിന്റെ സുരക്ഷിതമായ വിതരണം ഉറപ്പാക്കുന്നതിനുള്ള മാർഗമാണ് പാക്കേജിംഗ്. ഫ്രീസ് ചെയ്ത സമുദ്ര വിഭവങ്ങളുടെ നിർജ്ജലീകരണം സംഭരണ സമയത്ത് പ്രോഡക്റ്റിന്റെ ഗുണനിലവാരത്തെ ബാധിക്കുന്നതിനും ഭാരം കുറയുന്നതിനും കാരണമാകുന്നു. അതിനാൽ പാക്കേജിംഗ് മെറ്റീരിയലുകളുടെ തിരഞ്ഞെടുപ്പും പ്രോഡക്റ്റുകൾക്കനുസൃതമായ പാക്കേജിംഗ് രീതിയും വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. ഫ്രോസൺ പ്രോഡക്ട്സ് പാക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന വിവിധ പാക്കിംഗ് മെറ്റീരിയലുകളും അവയുടെ പ്രത്യേകതകളും എന്തെന്ന് നോക്കാം. എല്ലാ പ്രോസസ്സിംഗ് രീതിയിലും ഫൈനൽ പ്രോഡക്റ്റിന്റെ സുരക്ഷിതമായ പാക്കേജിംഗ് രീതി പ്രൈമറി പാക്കേജ്, സെക്കൻഡറി പാക്കേജ്, ഡിസ്ട്രിബ്യൂഷൻ പാക്കേജ്, യൂണിറ്റ് ലോഡ് പാക്കേജിംഗ് എന്ന രീതിയിലാണ്. പ്രോസസ്സിംഗ് രീതി, ഫൈനൽ പ്രോഡക്റ്റ് എന്നിവയ്ക്കനുസരിച്ച് പ്രൈമറി പാക്കേജിംഗ് മെറ്റീരിയൽസ് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഫ്രോസൺ പ്രോഡക്ട്സിന്റെ പ്രൈമറി പാക്കേജിംഗ് മെറ്റീരിയലായി പോളി എത്തിലീൻ ബാഗ്സ്, ഇവ പ്രീമെയ്ഡ് ബാഗ്സ് ആയോ പൊതിയാൻ ഉപയോഗിക്കുന്ന ഷീറ്റ്സ് ആയോ ഉപയോഗിക്കുന്നു. LDP ലോ ഡെൻസിറ്റി പോളി എത്തിലീൻ, HDP ഹൈ ഡെൻസിറ്റി പോളി എത്തിലീൻ എന്നിവയാണ് പോളി എത്തിലീൻ മെറ്റീരിയലിന് ഉദാഹരണം. സെലോഫെയിൻ ഷീറ്റ്സ് ഇൻഡിവിജ്വൽ ഫ്രോസൺ ഫില്ലറ്റ്സിന്റെ പ്രൈമറി പാക്കേജിംഗ് മെറ്റീരിയൽ ആയും ലാമിനേറ്റഡ് ഷീറ്റ്സ് വാക്വം പാക്കേജിങ്ങിനും ഉപയോഗിക്കുന്നു. ഇൻഡിവിജ്വൽ ക്വിക്ക് ഫ്രോസൺ പ്രോഡക്ട്സ്, വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് എന്നിവയുടെ പാക്കിങ്ങിനായി അലുമിനിയം ഫോയിൽ ഷീറ്റ്സ്, അലുമിനിയം ലാമിനേറ്റഡ് പൗച്ചസ്, സിൽവർ ലാമിനേറ്റഡ് പൗച്ചസ്, റിട്ടോർട്ട് പൗച്ചസ് എന്നിവ ഉപയോഗിക്കുന്നു. സെക്കൻഡറി പാക്കേജിംഗ് മെറ്റീരിയൽസായ ഡ്യൂപ്ലക്സ് കാർട്ടൺ, ടെർഷറി പാക്കേജിങ്ങിന് ഉപയോഗിക്കുന്ന മാസ്റ്റർ കാർട്ടൺസ് എന്നിവ പേപ്പറോ പേപ്പർ ബേസ്ഡ് മെറ്റീരിയൽസോ ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ളവയാണ്. ഇവ മൾട്ടി കളർ പ്രിന്റിങ്ങോടുകൂടിയും ഉൾവശത്തോ അല്ലെങ്കിൽ ഇരുവശത്തുമോ ലാമിനേറ്റ് ചെയ്തും ഉപയോഗിക്കുന്നു. വിവിധ പ്രോഡക്റ്റുകൾക്ക് അനുസൃതമായി ആവശ്യമുള്ള പാക്കേജിംഗ് മെറ്റീരിയലുകളുടെ ലഭ്യതയും ക്വാണ്ടിറ്റിയും പ്രൊഡക്ഷൻ തുടങ്ങുന്നതിനു മുൻപ് പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ബ്ലോക്ക് ഫ്രോസൺ പ്രോഡക്ട്സിന് ആവശ്യമായ പാക്കിംഗ് മെറ്റീരിയലുകൾ. പ്രൈമറി പാക്കേജിംഗ് മെറ്റീരിയലുകൾ LDP 200 ഗേജ് ബാഗിനും റാപ്പ് ഷീറ്റിന് 100 ഗേജിൻ്റെയും മെറ്റീരിയൽ ഉപയോഗിക്കുന്നു. HDP ആണെങ്കിൽ ബാഗിന് 120 ഗേജും റാപ്പ് ഷീറ്റിന് 60 ഗേജും ഉപയോഗിക്കുന്നു. ഡ്യൂപ്ലക്സ് കാർട്ടൺ പ്രോഡക്റ്റിനനുസരിച്ച് ടോപ്പ് ഓപ്പണിംഗ്, എൻഡ് ഓപ്പണിംഗ്, എൻഡ് ലോഡിംഗ്, ട്രേ ടൈപ്പ് എന്നിങ്ങനെ വിവിധ തരത്തിൽ ഉപയോഗിക്കുന്നു. കൊറുഗേറ്റഡ് ഫൈബർ ബോർഡ് കൊണ്ട് നിർമ്മിച്ച മാസ്റ്റർ കാർട്ടൺസിൻ്റെ തിക്നെസ് 5 പ്ലൈ, 7 പ്ലൈ എന്നിങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. ഉദാഹരണമായി 2 കിലോഗ്രാമുള്ള ഷ്രിമ്പിൻ്റെ ബ്ലോക്ക് ഫ്രോസൺ പ്രോഡക്റ്റ് LDP ലൈനിങ് ഉള്ള ഡ്യൂപ്ലക്സ് കാർട്ടണിൽ പാക്ക് ചെയ്ത് ഇത്തരം 10 ഡ്യൂപ്ലക്സ് കാർട്ടൺ പാക്കറ്റ്സ് 5 പ്ലൈയോ 7 പ്ലൈയോ ഉള്ള കൊറുഗേറ്റഡ് ഫൈബർ ബോർഡ് ബോക്സിൽ പാക്ക് ചെയ്യുന്നു. IQ ഓഫ് പ്രോഡക്ട്സിൻ്റെ പാക്കേജിംഗ് റിക്വയർമെൻറ്റ്സ് ബ്ലോക്ക് ഫ്രോസൺ പ്രോഡക്ട്സിൻ്റേതിൽ നിന്നും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഇൻഡിവിജ്വൽ ക്വിക്ക് ഫ്രോസൺ പ്രോഡക്ട്സിൻ്റെ പ്രൈമറി കണ്ടെയ്നേഴ്സ് ആയി
പ്ലാസ്റ്റിക് മോണോഫിലിം ബാഗ്സോ ലാമിനേറ്റഡ് പൗച്ചസോ ഉപയോഗിക്കുന്നു. ഇത് 200 ഗ്രാം മുതൽ 4 kg വരെ വേരി ചെയ്യാം. ഇത്തരം പ്രൈമറി പാക്സ് ഹീറ്റ് സീൽ ചെയ്ത് ക്ലോസ് ചെയ്ത ശേഷം സ്റ്റോർ ചെയ്യുന്നതിനായി മാസ്റ്റർ കാർട്ടൺസിൽ പാക്ക് ചെയ്യുന്നു. ഡ്യൂപ്ലക്സ് കാർട്ടൺ ആണ് ഉപയോഗിക്കുന്നത് എങ്കിൽ ഉൾവശം ലാമിനേറ്റ് ചെയ്ത കാർട്ടൺസ് ആണ് ഇത്തരം പ്രോഡക്റ്റുകൾക്ക് അഭികാമ്യം. ഐക്യു പ്രോഡക്ട്സിൻ്റെ പാക്കിങ്ങിനായി ഉപയോഗിക്കുന്ന മറ്റൊരു രീതിയാണ് വാക്വം പാക്കിംഗ്. സീലിങ്ങിന് മുമ്പായി പാക്കേജിൽ നിന്ന് വായു നീക്കം ചെയ്യുന്ന ഒരു രീതിയാണ് വാക്വം പാക്കിംഗ്.